സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ. ഇന്നെന്റെ കൂടെ രണ്ടുപേര് ഇടവും വഴി ഇരിക്കുന്നുണ്ട് അല്ലേ. ഇവർ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല. എന്തിനാ ഇവിടെ ഇരിക്കുന്നത് അറിയോ? രണ്ടാൾക്കും അറിയില്ല. എന്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈലിൽ പോകുന്ന എന്റെ പേഴ്സണൽ വീഡിയോസിന്റെ കറന്റ് അതിന്റെ ക്യാമറക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്ന ആളുകളാണ്, എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്ന ആളുകളാണ്, എന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ്, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എന്റെ ഇടവും വലും നിൽക്കുന്ന ആളാണ്. ഒരുത്തനുണ്ട്, ആ ഒരുത്തനാണ് ഇപ്പൊ ഈ ക്യാമറക്ക് പുറകിൽ നിൽക്കുന്ന ആൾ, ആഷിഫ് പൈക്കാട്. ഇത് നിഹാൽ. ഇവരുടെ പ്രായത്തില് ഇന്ന് പല ആളുകളും ചെയ്യുന്ന അബദ്ധങ്ങളും ഇവര് ചെയ്ത അബദ്ധങ്ങളും അല്ലെങ്കിൽ ഇവര് നിൽക്കുന്ന കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ആദ്യം ഇവരെ ഏജ് ഇവരെന്നെ പറയട്ടെ. രണ്ടുപേരുടെ ഏജ് എത്ര? 19 വയസ്സിലാണ് ഇപ്പൊ രണ്ടുപേര് നിൽക്കുന്നത്. ഓക്കെ, രണ്ടുപേരോടും കോമൺ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നിങ്ങളിപ്പോ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ? രണ്ടാളും വർക്ക് ചെയ്യണം. അതിന്റെ ക്വസ്റ്റ്യൻ എന്താ? എഡിറ്റർ. ഞാൻ ഗ്രാഫിക് ഡിസൈനർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഈ പ്രായത്തിൽ ജോലി തിരഞ്ഞെടുത്ത്? ഒന്നുമില്ല, പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി വന്നാ 4 കൊല്ലം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഒരു കോഴ്സ് എടുത്ത്. അതന്നെ സെയിം. അതായത് അപ്പോ ഈ ഡിഗ്രിക്ക് പോകുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? വേസ്റ്റ് ഒന്നല്ല, എന്നാലും ടൈം കൊണ്ട് ഒരു ജോബ് ആവാലോ. അതായത് ഈ 4 വർഷം കൊണ്ട് ഒരു സ്കില്ല് പഠിച്ച് ഒരു ജോബിന് കയറിയിട്ട് ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാൻ പ്ലാൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, നമ്മളെ കയ്യില് ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തിന് കൊടുക്കും. അതായത് മാസത്തിൽ കിട്ടുന്ന സാലറിന്ന് ഒരു പങ്ക് വീട്ടിൽ കൊടുക്കും. അതല്ലാതെ ഇപ്പൊ കുറച്ച് ഇപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലുണ്ടാവില്ല, ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് തുടങ്ങണത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പൊ നിങ്ങള് അതൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടോ? വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ എല്ലാ മാസവും ഇത്ര കൊടുക്കണം എന്നാണോ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കൊടുക്കണം? ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കൊടുക്കുക. നിങ്ങളോട് പാരന്റ്സ് ഇപ്പം അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കാനും ഒക്കെ തുടങ്ങിയോ? ലൈക്ക് ഇപ്പൊ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ വിളിച്ച് പറയാ, അഭിപ്രായങ്ങൾ ചോദിക്കുക, അതൊക്കെ തുടങ്ങി. അതായത് ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കുടുംബത്തിൽ ഒരു ഇത് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ? അതായത് ഇപ്പൊ നമ്മളെ ഫാമിലിയില് ഒരു വളരെ പാവപ്പെട്ട ആളുകളുടെ ഒരു കല്യാണമാണെന്ന് വിചാരിക്കാം. അപ്പൊ പറയുമല്ലോ, അങ്ങനെ ഒരു കല്യാണം വരുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമുക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ? എന്റെ വീട്ടിൽ അങ്ങനെ പറയലൊന്നുമില്ല. എന്നോട് അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടില്ല, നീ എന്നോട് അങ്ങനെ പറയാൻ തുടങ്ങി. അതായത് ഒരു ഏറ്റെടുക്കാൻ തുടങ്ങി ഫാമിലി അല്ലെ. ലൈക്ക് നമ്മളെ മകൻ എന്ന് പറയുന്ന ഒരാള് ഒരു ഇതിലേക്ക് എത്തി തുടങ്ങിയപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ രൂപത്തിലേക്ക് എത്തി. അത് ഈ 19-ാം വയസ്സിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫീലിംഗ് എന്താ? നമുക്ക് തന്നെ എന്തോ വലിയൊരിതല്ലേ, നമ്മളെ വീട്ടുകാർക്ക് ഒരു സന്തോഷമാണത്. നമ്മളെ കാര്യങ്ങൾ നോക്കണ്ടെന്നില്ല സന്തോഷമാണ്. അതുമല്ല, താങ്ങായിട്ട് നമ്മളെ മക്കള് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ആണോ തരുന്നത്, അതോ ഇപ്പോഴേ റെസ്പോൺസിബിലിറ്റീസ് വന്ന ഒരു തലവേദന പോലെയാണ്? ഇല്ലല്ല, പോസിറ്റിവിറ്റി തലവേദന ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ അത്രയും വളർത്തിയതല്ലേ നമ്മളെ ഫാമിലി. ഓക്കെ, ജെന്യുനായിട്ട് പറയണം, റിലേഷൻ ഉണ്ടോ? ഇല്ല, സത്യം ഞാൻ സത്യം പറഞ്ഞോ? അല്ല, പേരൊന്നും പറയണ്ട. ഇല്ല, റിലേഷൻ ഇല്ല. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ നിങ്ങളെ പേഴ്സണൽ സ്പേസിലേക്ക് കയറില്ല. ഈ പ്രായത്തില് ഈ റിലേഷൻ വന്നതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളുണ്ട്. കരിയർ മറന്നുകൊണ്ട് റിലേഷനിലാവുക, പഠനം മറന്നുകൊണ്ട് റിലേഷനിലാവുക. അപ്പം റിലേഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞേ, ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കരിയറിന് എപ്പോഴെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒരു പ്രശ്നമായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, മാറിയിട്ടില്ല. ബോത്ത് ആർ ലൈക്ക് ഹാൻഡ്ലിംഗ് വെരി വെൽ. രണ്ടും ഒരേ മാറി ടാലി ആയിട്ട് പോകുന്നുണ്ട്. റിലേഷൻ ഉണ്ടോ? ഇല്ല, സത്യം പറഞ്ഞോ? റിലേഷൻ ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പഠിക്കുന്ന സമയത്ത് റിലേഷനുള്ള ആളുകളുണ്ട്, ഈ ഇപ്പൊ ജോലി ചെയ്യാണ്, ജോലിയുള്ള സമയത്ത് ഈ പറഞ്ഞ ഓക്കെ രണ്ടും ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ കുറെ ആളുകൾ പഠിക്കുന്നുണ്ടാവല്ലോ, നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഈ പഠിക്കുന്നതിന്റെ കൂടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റാതെ പഠനം കൊളായ ആളുകളുണ്ടോ? ഇല്ല, എന്റെ അറിവിൽ എന്റെ ഒപ്പം അങ്ങനെ ആയിട്ട് ആരും ഇല്ല. ഓക്കെ, നിങ്ങള് ഈ പ്രായത്തിൽ നിങ്ങളൊരു തോട്ട് എന്താണ്? ഈ പ്രായത്തിൽ റിലേഷൻ വന്നു കഴിഞ്ഞാൽ പഠനം കരിയർ ബുദ്ധിമുട്ടാവോ എന്നൊരു തോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടാ അതുപോലെ അങ്ങനെ കണ്ടിട്ടാണോ ഓലാണ് വലുത്, അതാണ് ഇതാണ് നടന്നിട്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേ അതുപോലെ അറിയുള്ളൂ.
അതായത് പാർട്ട്ണർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതിലേക്ക് എത്തുമ്പോഴാണ് അപ്പോഴാണ് ഇത് വരിക, ബുദ്ധിമുട്ടുകൾ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തത് ഓക്കെ, ഓൾറെഡി ഞാൻ ചോദിച്ചു ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി എന്നുള്ളത്. ഇനി നമ്മൾ കുറേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു 21 വയസ്സ് വരെ ലൈക്ക് ആർക്കും ഒന്നിനെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല, വെറും ഫ്രണ്ട്സ് 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 എന്ന് മാത്രമുള്ള ഒരു തോട്ട് മാത്രം. ലൈക്ക് രണ്ടുപേരോടും കൂടി ഫ്രണ്ട്സ് ഓർ ഫാമിലി? ഫാമിലി. ഫാമിലി മെയിൻ പ്രയോറിറ്റി. രണ്ടും ആണ് നമുക്ക്, പക്ഷെ അതില് കുറച്ച് മെയിൻ ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഫാമിലിക്കാണ്. ഫാമിലി എന്തായാലും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ആവശ്യം, അത് എന്തായാലും ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ഈ പ്രായത്തിലും എൻ്റെ ഈ പ്രായത്തിലും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് പറയുന്നത്, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ പ്രായത്തിൽ എത്തുമ്പോഴത്തേന് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യലൊക്കെ മാറും. ഇപ്പൊ നിങ്ങളെ പ്രായത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ 19-ാം വയസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫ്രണ്ട്സ് ഓർ ഫാമിലി? ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്, ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിക്കാണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഈ ജോബിന് കയറിയ ആളുകളാണല്ലോ നിങ്ങൾ രണ്ടുപേരും. അപ്പൊ എന്തായാലും വരുമാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. സേവിങ്സ് ആണോ കൂടുതൽ നടക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസ് ചെലവുകളാണോ കൂടുതൽ വരുന്നത്? എക്സ്പെൻസ് ആണ് കൂടുതലായിട്ടുണ്ട് വരുന്നത്. എക്സ്പെൻസ് ആണ് കൂടുതൽ വരുന്നത്. എങ്ങനെയാണ് എക്സ്പെൻസ് കൂടുന്നത്? എവിടെയാണ് എക്സ്പെൻസ് കൂടുന്നത്? നമ്മളിവിടെ കാലിക്കറ്റ് സ്റ്റേ ചെയ്യല്ലേ, അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തെടുത്ത് അങ്ങനെയോ, അതായത് താമസം, ഭക്ഷണം, യാത്ര, ഈ കാര്യങ്ങൾക്ക്. ഈ പ്രായത്തിൽ നിങ്ങൾ സേവിങ്സ് തുടങ്ങിയിട്ടുണ്ടോ? സേവിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. അപ്പൊ അതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചു? ഞാൻ ഫോൺ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൈസ എടുത്തു. അതായത് വീട്ടിൽ നിന്ന് ഇപ്പൊ ചോദിച്ചിട്ടില്ല? ഫോണൊന്നും എടുക്കാൻ വീട്ടിൽ നിന്ന് വെച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങളെ ഈ താമസം, ഭക്ഷണം, യാത്ര, ഇതിനൊന്നും ഇപ്പൊ നിങ്ങൾ ആരും വീട്ടിൽ നിന്ന് ചോദിക്കില്ല, ഒന്നും ചോദിക്കുന്നില്ല. കംപ്ലീറ്റ് ഓൺ ഇൻകം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രായത്തിൽ സേവിങ്സ് തുടങ്ങുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലതാണ്. നമ്മള് 21-22 വയസ്സാകുമ്പോൾ കുറച്ച് പൈസ ആവുന്നില്ല. ഓക്കെ. അപ്പം എന്താണ് നിങ്ങൾ അതിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? സേവിങ്സ് എടുക്കും, പക്ഷെ അത് എടുക്കും. സേവിങ്സ് മാറ്റി വെച്ചത് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് എടുത്ത് വെക്കും. ഓ, അങ്ങനെ. അതായത് സേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആവശ്യങ്ങൾ വരുമ്പോ അത് എടുത്തു കൊടുക്കുക. അങ്ങനെ റൊട്ടേഷൻ. ഓക്കെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളൊരു 10,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അതിൽ നിന്ന് ഒരു 1,000 റുപ്പീസ് നമ്മൾ സേവിങ്സിലോട്ട് മാത്രം വെക്കണം. അതുണ്ട്. കാരണം വെച്ചാല് നമ്മളെ എമർജൻസിയിൽ ഹോസ്പിറ്റൽ കേസ് അത് ഞാൻ ചെയ്യലുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സേവിങ് ഇപ്പൊ ലൈക്ക് അത് ഞാൻ പറഞ്ഞ പോലെ ഫോൺ എടുക്കുക, നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഫോൺ എടുക്കാൻ, ഇപ്പൊ ചില ആളുകൾക്ക് വാച്ച് വാങ്ങാൻ, ഷൂസ് വാങ്ങാൻ, ഔട്ട്ഫിറ്റ്സ് വാങ്ങാൻ. അപ്പം ഇതിനൊക്കെ നമ്മൾ ഓക്കെ ചെലവാക്കണം എന്നുണ്ടെങ്കിലും എപ്പോഴും ചെറിയൊരു എമൗണ്ട് എങ്കിലും നമ്മൾ ഓക്കെ, അതായത് അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വേണ്ട, അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. അത് ഒരു മിനിമം ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ ഒരു മിനിമം 1,000 റുപ്പീസ് ഒന്ന് മാറ്റി വെക്കണം. കാരണം ചെറിയൊരു എമൗണ്ടിനാണെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ എമൗണ്ട് എന്നത് തോട്ട് വരണം. അപ്പൊ ഞങ്ങൾക്ക് ലൈക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് പറയാൻ ജസ്റ്റ് അത് നിങ്ങൾ ഒന്ന് എടുത്തു വെക്കണം. ഓക്കെ. പിന്നെ ജോലിയുടെ കൂടെ നിങ്ങൾ ഇപ്പൊ സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആദ്യം ചെയ്തീനു, നിർത്തി. അപ്പൊ ആദ്യം മീൻസ് ഈ ഏത് പ്രായത്തിലിപ്പോ? നമ്മള് 17 വയസ്സെന്നൊക്കെ. അപ്പൊ ഈ ഏത് പ്രായം മുതലാണ് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയത്? നമ്മള് 17 വയസ്സ് മുതൽ തന്നെ ഞാൻ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ എന്തൊക്കെ ജോലി ചെയ്തിക്കണ്? ഞാന് കാറ്ററിങ്ങിന് പോയിക്കണ്, അതേമാതിരി അങ്ങനത്തെ ഇതിന് കുറെ പോയിക്കണ്. ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 19-ാം വയസ്സ്, ഈ 17 വയസ്സിൽ തുടങ്ങി 19 വയസ്സിന്റെ ഉള്ളിൽ ഈ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ എത്ര ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ എന്റെ വാപ്പാനെ കടി നിൽക്കുന്നുണ്ടായിരുന്നു, പെരുന്നാൾ ടൈമിലൊക്കെ, സീസൺ ടൈമിലൊക്കെ. പിന്നെ ഒരു പെറ്റ് ഷോപ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ട്. ഈ ഇപ്പന്റെ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് വരുമാനം കിട്ടോ? വാപ്പ തരും. ഓക്കെ. അത് ഏത് പ്രായം മുതൽ ചെയ്യാൻ തുടങ്ങി? അത് തന്നെ 17. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ജോലിയോടൊപ്പം വല്ല എന്തെങ്കിലും ചെറിയ ആ ബിസിനസ് ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ചെറിയ പരിപാടികളുണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോ 2 മാസം മുന്നൊക്കെ ഉണ്ടായിരുന്നു ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ, അത് നിർത്തി വെച്ചു. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ട്? അതായത് ഇതിന്റെ കൂടെ ഈ ജോലിയുടെ കൂടെ സെയിം ഡ്രോപ്പ് ഷിപ്പിംഗ്. അതിനെന്ത് നിർത്തി? അതൊന്നുമില്ല. അത് എന്താ നിർത്താനുള്ള റീസൺ? രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമ്മള് ഇവിടുത്തെ വർക്കും ആ ഒരു
കോളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് കോൾ ചെയ്യുമ്പോൾ എല്ലാ ബുദ്ധിമുട്ട് കാരണം നിർത്തി വെക്കേണ്ടി വന്നു. ഓക്കെ. പിന്നെ ഇപ്പം നിലവില് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഈ ജോലി എന്നുള്ള വരുമാനം ഉണ്ടല്ലോ, ഇതിന്റെ പുറമെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങളുണ്ടോ? വരുമാനം ഉണ്ടോ ചോദിച്ചാല് എനിക്ക് വീട്ടിൽ കുറച്ച് പെറ്റ്സ് ഉണ്ട്, കിളികളുണ്ട്. അത് പറഞ്ഞാൽ മാസത്തില് നമുക്ക് അതിലും കുട്ടികളുണ്ടാവും, അങ്ങനെ കൊടുത്ത് കിളികള് അതിനെ വളർത്തുന്നത്. ഇപ്പൊ വീട്ടില് ഉമ്മയും ഓലൊക്കെ നോക്കും. പക്ഷെ ഇപ്പൊ ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് കാരണോലോ ഇമ്മ ഞാൻ നോക്കും. അപ്പൊ പിന്നെ അതിന്ന് കിട്ടുന്നത് ഞങ്ങൾ ഇങ്ങനെ എടുക്കും. ഇപ്പൊ കൊടുക്കണത് ഞാൻ ചെറിയ തുക എടുക്കും, പിന്നെ ഉമ്മാക്കും എല്ലാവർക്കും കൊടുക്കും. നമുക്കിപ്പോ ഈ കാറ്ററിംഗിന്റെ മുതലാളിമാരോട് വിളിക്കും നമുക്ക് ഇത്ര ബോയ്സിന് വേണമെന്ന്. അപ്പൊ ആ ബോയ്സിനെ എടുത്തിട്ട് ഓൽക്ക് കൂലി കൊടുക്കണെന്ന് ചെറിയൊരു എമൗണ്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതായത് ചെറിയൊരു കമ്മീഷൻ പോലെ എടുത്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതായത് അതൊരു ബിസിനസ് പോലെ അല്ലെങ്കിലും ഒരു ചെറിയ വരുമാനമാണ് എക്സ്ട്രാ രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടോ? പ്ലാനിങ് നടക്കും, പക്ഷെ ഒന്നും നടക്കൂല. ഈ ചായ കുടിക്കാൻ പോകുമ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വലിയ ബിസിനസ് തുടങ്ങണം? നമ്മളൊന്ന് തുടങ്ങി വെച്ചു, ഒരു ഏജൻസിമാര് തുടങ്ങി വെച്ചു. ഫണ്ടിന്റെ ഇഷ്യൂ കാരണം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഈ വീഡിയോ പ്രൊഡക്ഷൻ ഏജൻസി അങ്ങനെ തന്നെ. ഓക്കെ. ലൈക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ, വേറെ സ്റ്റാഫുകളായിട്ടാണോ, അതോ പാർട്ട്നേഴ്സ്? വേറെ ഒരാളുമാടുണ്ട്. ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാതും ഉണ്ട്. ഫണ്ടിന്റെ ഇഷ്യൂ കാരണം അങ്ങനെ നിർത്തി വെച്ചേക്കാം. ഫണ്ടിങ്ങിന് ലൈക്ക് നിങ്ങൾക്ക് എക്യുപ്മെന്റ്സിലേക്കാണോ ഫണ്ട് വേണ്ടത്, അതോ വേറെ എന്തെങ്കിലും കാര്യത്തിലല്ല? എക്യുപ്മെന്റ്സും ഈ ആഡ് റൺ ചെയ്യാന് അങ്ങനത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇതിലേക്കുള്ള ഫണ്ടുകൾ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലയന്റിനെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു ക്ലയന്റ് വന്നീനു. ഓല് ഇതേമാതിരി നമ്മള് ഓലെ ഫണ്ടിന്റെ ഇഷ്യൂ പറഞ്ഞപ്പോ ഓല് നമുക്ക് വർക്ക് തരാന്ന് പറഞ്ഞിട്ട് ഒരു പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചിക്കാണ്. ഓല് പറയാ ഓൽക്ക് നമ്മള് പറയണ ഫണ്ട് പറ്റൂല, ഓൽക്ക് ചെറിയ നമുക്ക് മാക്സിമം നമ്മൾ കുറച്ചു കൊടുത്തു. അപ്പോൾ ഓല് പറഞ്ഞ് ആ ഫണ്ടായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓല് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിക്കാണ്. ഓക്കെ. അതായത് ഫണ്ടിങ്ങിന്റെ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പൊ ഹോൾഡ് ആയി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതില്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഒരു കസ്റ്റമർ പോയി എന്ന് വെച്ച് നിങ്ങൾ രണ്ടാമത്തെ ഒരു കസ്റ്റമർക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ? സ്റ്റിൽ ട്രൈയിങ്ങിലാണോ? ഇപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്ത് പോകും. അത് ഓക്കെ. സ്റ്റാർട്ടപ്പിന്റെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഇനിയും ക്ലയൻസിനെ കിട്ടാണെന്നുണ്ടെങ്കിൽ ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യണോ? അല്ല, അങ്ങനല്ല. നമ്മൾ അയക്കുള്ള സ്റ്റാഫിനൊക്കെ നമ്മൾ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. സാലറീഡ് ആണോ ആ സ്റ്റാഫുകൾ? സാലറീഡ് ആണ്. ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റാർട്ടപ്പിൽ ഓൾറെഡി നിങ്ങൾ സ്റ്റാഫുകളും ആയിട്ടുണ്ട്. അപ്പം അതിലിപ്പോ എന്താ പറയാ, കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ ഒരു ട്രാക്കിലായി കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് സെറ്റ് ആകാനുള്ള പരിപാടിയാണ്. ഓക്കെ. പിന്നെ അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ അവിടുന്ന് ചെറിയ വരുമാനങ്ങളുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, നിങ്ങൾക്ക് 19 വയസ്സായിട്ടുള്ളൂ. ലക്ഷറി പ്രൊഡക്ട്സിനോട് ആഗ്രഹമുള്ള ഒരു പ്രായമാണ് ലൈക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നല്ല ലക്ഷറി പ്രീമിയം കാർസ് അല്ലെ, നല്ല വാച്ചുകൾ, നല്ല നല്ല ബ്രാൻഡഡ് ഔട്ട്ഫിറ്റ്സ്, ബ്രാൻഡഡ് ഷൂസ്, കാര്യങ്ങൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചെലവാക്കാൻ ഉള്ള ഒരു ഇതിലാണോ ഇപ്പൊ നിങ്ങള്? അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു 20,000 രൂപ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തന്ന്, അതിനാൽക്ക് ഞാനൊരു 20,000 തന്ന്, ഞാനൊരു 20,000 തന്നു. ആ ഒരു 20,000 എങ്ങനെയാണ് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്? 20,000 10 മാറ്റി വെക്കും. 10 മാറ്റി വെച്ചിട്ട് നമ്മള് സേവിങ്സ് ആക്കി വെക്കും. ബാക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും അർജന്റ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കും. അതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹം തീർക്കാം. അതായത് ആദ്യം സേവിങ്സിലോട്ട്, ആദ്യം സേവിങ്സിലോട്ട് 10,000. പിന്നെന്ന് പറയുന്നത് അർജന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ അതിലേക്ക് ഒരു എമൗണ്ട്, ബാക്കി വരുന്നത് വെച്ചിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാം. നീയാലും സെയിം തന്നെ. ഓക്കെ. അപ്പം ഒരു ലക്ഷറി കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ഒരു വരുമാനം വരുമ്പോത്തിനും ആ വരുമാനത്തിനോട് മാച്ച് ആയിട്ട് ഇപ്പൊ കുറെ ആൾക്കുണ്ടല്ലോ, ഒരു 100 രൂപ കിട്ടി അപ്പൊ ഓൺലൈനിൽ കയറി ഓർഡർ ചെയ്യുക. അല്ല, അങ്ങനല്ല. നമ്മൾ പിന്നീടുള്ള കാര്യത്തിൽ ചിന്തിക്കണം. എങ്ങനെ വരും എന്ന് അറിയില്ലല്ലോ. എങ്ങനെയാണെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും എത്ര പെട്ടെന്ന് വരികയെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എടുക്കാൻ പറ്റിയ രീതിയിൽ സേവിങ്സ് ആക്കിയിട്ട് വെക്കുക. അപ്പൊ ലക്ഷറി പ്രൊഡക്ട്സിനോടൊക്കെ ഇൻട്രസ്റ്റ് താല്പര്യക്കുറവൊന്നുമില്ല. അതിലേക്കുള്ള ഫണ്ടിങ് കാര്യങ്ങൾ, ഒരു നല്ല രീതിയിലുള്ള ഇൻകം ഒക്കെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എടുക്കണം. ഓക്കെ. ഇനി ഞാൻ ഇതിലില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇപ്പം 19 വയസ്സ്, ഒരു 6 വർഷത്തിന് ശേഷം 25ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഒരു പ്ലാൻ എന്താ?
പ്ലാൻ എന്താ വെച്ചാല് ഇതിലാറൊന്നും കൂടെ സെറ്റപ്പ് ആവണം. അതായത് ലൈക്ക് 25 വയസ്സിനുള്ളിൽ ഇപ്പൊ കുറെ ആളുകൾക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. എന്റെ 25 വയസ്സാകുമ്പോഴത്തേനും ഓക്കെ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം, ഇന്നൊരു പോയിന്റിൽ എത്തണം, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ ഇന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനത്തെ കുറെ തോട്ടുകൾ ഉണ്ടാവും. 25 വയസ്സിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താപ്പോ ഇതേമാതിരി തന്നെ നല്ലൊരു കമ്പനിയോ എന്തെങ്കിലുമൊക്കെ നല്ല സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ഇൻകം ഇതാക്കി സ്റ്റേബിൾ ആയത് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിന് കുറച്ചുകൂടി വരുമാനം കിട്ടിയിട്ട് അങ്ങനെ പോകാം. അതായത് നിങ്ങൾക്ക് 25 വയസ്സിന്റെ സമയത്ത് ഒരു എംപ്ലോയി ആയി നിൽക്കാനാണോ ഒരു ഫൗണ്ടറായി നിൽക്കണം, ഒരു ബ്രാൻഡിലേക്ക് എത്തി? അത് 25 ആണോ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ലിമിറ്റ്, അതോ 25ന്റെ ഉള്ളിൽ ഒരു 23 എങ്ങനെയാണ് നിങ്ങള്? നമ്മള് 23 22 ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മള്. ഓക്കെ, 25 വയസ്സായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചൊരു പോയിന്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, സപ്പോസ് ഇല്ലെങ്കിൽ, നിങ്ങൾ ഓക്കെ കംപ്ലീറ്റ് അത് വിട്ടിട്ട് ഒരു ബ്രാൻഡ് എന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വിട്ടിട്ട് വീണ്ടും ഒരു നോർമൽ ജോലി മതി, മറ്റു കാര്യങ്ങൾക്കൊന്നും ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് റെഡി ആവാൻ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കൊരു വിധിച്ചൊരു ടൈം ഉണ്ടാവുമല്ലോ, അതുവരെ ശ്രമിച്ചോണ്ടിരിക്കുക. യെസ്, അപ്പം ഇതായിരുന്നു എനിക്ക് വരുന്ന കിട്ടാനുള്ള ആൻസർ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 19 വയസ്സായിട്ടുള്ളൂ, രണ്ടു പേർക്കും ഒരേ പ്രായമാണ്. പക്ഷെ 19 വയസ്സിൽ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. പഠിക്കാൻ പോകുന്നത് വളരെ നല്ല കാര്യമാണ്, കോളേജിൽ പോകാൻ പറ്റുന്ന ആളുകൾ അത്രയും കോളേജിൽ പോകണം. കാരണം കോളേജിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്കൂൾ വരെയുള്ള ഒരു അക്കാഡമിക് ലൈഫും കോളേജ് ലൈഫ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതേ പ്രായത്തിൽ ഒരു ജോലി കണ്ടെത്തി ആ ജോലി ത്രൂ കരിയറിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് കണ്ട് ഒരു വിഷൻ കണ്ട് അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഓരോ പോയിന്റിൽ എത്തുന്ന സമയത്ത് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച് അതെങ്ങനെ ചെലവാക്കണം എന്ന് പഠിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവരിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 വയസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ പ്രായമല്ല. ഒരാളുടെയും പ്രായം ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 10 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ ലൈഫിനെ മെച്യൂർഡായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികൾ, എത്രയോ ചെറിയ കുട്ടികൾ വളരെ അടിപൊളിയായിട്ട് എന്താ പറയുക അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പലതും ചെയ്യുന്നത്. ലൈഫിലെ സിറ്റുവേഷൻസ് ആണ് ഓരോരുത്തരെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അതുപോലെ 19 വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ആദ്യം നിങ്ങളോട് ചോദിക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ 19 വയസ്സിൽ എന്ത് ചെയ്തിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇവർ രണ്ടുപേരും വിളിച്ചിരുത്തിയത്. അതായത് ഇവർ രണ്ടുപേരും ഇപ്പം ഞാൻ സംസാരിച്ചതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കാണുന്നതാണ് ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ വർക്ക് ചെയ്യലുണ്ട്, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. അപ്പം ഈ പ്രായത്തിൽ ഇത്രയും കാലിബറോട് കൂടി ഇവർ കരിയർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, വേസ്റ്റ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുക. ആൻഡ് എല്ലാത്തിനും പുറമെ നമ്മളെ വീട്ടുകാർ നമ്മളെ കൊണ്ട് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ഒരു പോയിന്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. റെഡി അല്ലേ? വീണ്ടും വരും. അപ്പോൾ ബൈ.